ഈ ചിരിക്ക് ഉള്ള ഒരു അവസരം പാഴാക്കാത്ത സലീം കുമാറിന് പക്ഷേ ആദ്യം സംസ്ഥാന അവാർഡ് കിട്ടിയപ്പോൾ ഒരു വലിയ ചിരിയായിരിക്കും കൂടെ ഉള്ളവർ പ്രതീക്ഷിച്ചത്. പക്ഷേ താങ്കൾ ഒറ്റയ്ക്ക് പോയി കരയുകയാണ് ചെയ്തത്. ഞാൻ ദിലീപിന് അവാർഡ് ഉണ്ടെന്ന് വെച്ചിട്ട് കമൽ സാർ പച്ചക്കുതിര എന്ന പടത്തിന്റെ ഷൂട്ടിംഗ് ആണ്. അത് ഫലം പ്രഖ്യാപിച്ചപ്പോൾ മോഹൻലാലാണ് ബെസ്റ്റ് ആക്ടർ. അതോടുകൂടി അവിടെ ഒരു മ്ലാനതയായി. കാരണം മോഹൻലാലിൽ ബെസ്റ്റ് ആക്ടർ കിട്ടിയ നമുക്കൊരു ബുദ്ധിമുട്ടില്ല, അദ്ദേഹം അർഹതപ്പെട്ടതാണ്. പക്ഷെ ദിലീപിന് കിട്ടിയില്ലല്ലോ, അയാൾ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ വളരെ വിഷമത്തോടെ അഭിനയിക്കണം, അല്ലാണ്ട് എന്താ പറയും, അല്ലാണ്ട് നമുക്കെന്താണ് ദിലീപിന് ബെസ്റ്റ് ആക്ടർ കിട്ടിയില്ലെങ്കിൽ അങ്ങനെ. രണ്ടാമത്തെ ഫലം വന്നപ്പോഴാണ് സെക്കൻഡ് ബെസ്റ്റ് ആക്ടർ സലീം കുമാർ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഭയങ്കര കൈയടിയായിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് സിബി മലയിലുണ്ട്, സിബി മലയിൽ ജൂറി ചെയർമാനാ, എന്നെ അഭിനയിക്കാൻ അറിഞ്ഞുകൊടുന്ന് പറഞ്ഞു വിട്ട ആളാണ് ജൂറി ചെയർമാനായിട്ട് രണ്ടാമത്തെ നടനുള്ള അവാർഡ് തരുന്നത്. അത് കണ്ടപ്പോൾ കാലത്തിൻ്റെ ഒരു കളി എന്ന് വെച്ചാൽ അത് ഭയങ്കരമാണ്. അപ്പോൾ നമ്മളൊന്നിലും നിരാശപ്പെടരുത്. നിങ്ങൾ ജീവിതമുള്ള കാലം വരെ പോസിറ്റീവ് ചിന്തകളായിട്ട് തന്നെ മുന്നോട്ട് പോയ ഏതെങ്കിലും ഒരു സമയത്ത് തിരിച്ച് കിട്ടിയിരിക്കും, യാതൊരു സംശയമില്ല. നിങ്ങൾ ആഗ്രഹിച്ചത്